നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. 12 മണിക്ക് എവിടെ വരെ? കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചീകി വെക്കുന്നതിനിടയിൽ ഇന്ദ്രൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരരുത്. അറിയാലോ, ഇപ്രാവശ്യം രണ്ടിടത്ത് ഒരുമിച്ച ഉത്സവം നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അവനെ ഓർമ്മിപ്പിച്ചു. പിന്നെ പണിക്കാർക്കുള്ള ഭക്ഷണ സൗകര്യം എവിടെ ഒരുക്കിയിരിക്കുന്നത്? അവനത് ചോദിച്ചതും കയ്യിലൊരു ഗ്ലാസ് ചായയുമായി നീല അകത്തേക്ക് വന്നിരുന്നു. അവളുടെ കൊലുസിന്റെ ശബ്ദം കേട്ടതും അവന്റെ കണ്ണുകൾ ഒരു മാത്ര ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്തി നോട്ടം നടത്തി. ഒരു മെറൂൺ നിറത്തിലെ സാരി ചുറ്റി ഈറൻ മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചവളെ കാണെ അവന്റെ ഉള്ളമൊന്ന് കുളിർന്നു. എന്താ? അവൾ നോക്കുന്ന നേരം അപ്പുറത്തുനിന്നുള്ള അവളുടെ സംസാരം ചെവിയിലേക്ക് എത്താതായ നിമിഷം അവനൊന്ന് വിക്കിക്കൊണ്ട് ചോദിച്ചു. ഫോണിൽ സംസാരിക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൾ കയ്യിലെ ചായ ഗ്ലാസ് ടേബിളിന് മുകളിലേക്ക് വെച്ചു. ശേഷം തൊട്ടിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെയും നോക്കി. ആള് നല്ല ഉറക്കമാണെന്ന് കാണെ ആളോടെ ഒരു ഭാഗത്തായി കിടന്നിരുന്ന അലക്കാനുള്ള തുണികൾ ഓരോന്നായി കയ്യിലേക്ക് എടുത്തു. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തിരുമേനി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. അവൻ പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് ചായ ഗ്ലാസ് എടുത്തൊന്ന് ചുണ്ടോട് ചേർത്തു. എടോ, ഇത്ര നാളും അങ്ങനെ പലതും നടന്നു കാണും. പലരുടെയും അഭിപ്രായം മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാവും. എന്നാ ഇനി അതിന്റെ ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ ഉത്സവം നടത്താൻ മുന്നിൽ നിൽക്കുന്ന ഞാനും മഹിയോ. അപ്പൊ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോടാവാം. അല്ലാതെ തൽക്കാലം താനൊരു വലിയ ബ്രാൻഡ് അഭിപ്രായം തിരക്കി പോകേണ്ടതില്ല. അവനെ അവളോട് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കയ്യിലെ ചായ ഒന്ന് മുത്തി കുടിക്കാൻ ശ്രമിച്ചു. അതിന് തടയിട്ടുകൊണ്ട് അവളുടെ കൈ അവൻ്റെതിൽ അമർന്നു. അവളുടെ ആ പെട്ടെന്നുള്ള നീക്കത്തിൽ അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. തന്റെ മുഖത്തേക്ക് നോക്കാതെ ഇന്നലെ മുറിവ് പറ്റിയ കയ്യിലേക്കാണ് അവളുടെ ദൃഷ്ടി അത്രയും പതിയുന്നതെന്ന് കാണെ അവന്റെ ചുളിഞ്ഞ നെറ്റിയൊന്ന് അയഞ്ഞു. എടോ, തന്നോടല്ലേ ഞാൻ പറഞ്ഞ് അതിന്റെ ആവശ്യമില്ലാന്ന്. അവനവളുടെ മുഖത്ത് നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് അയാളോട് കയർത്തു. ആ നിമിഷം തന്നെ അവൾ അവൻ അവിടെയുള്ള കിടക്കിലേക്ക് വലിച്ചിരുത്തി. ശേഷം ഇന്നലെ മുറിവിലിട്ട് കൊടുത്ത ഓയിൻമെന്റ് ഒരിക്കൽ കൂടി അവന്റെ കയ്യിൽ പുരട്ടി കൊടുത്തു. താൻ ഒരുപാടങ്ങ് നല്ലവിള്ള ചമയണ്ട. അവിടെ നടക്കുന്ന പലതും താൻ ചോർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. എടോ, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഈ ചാരപ്പണി നിർത്തിക്കൂടെ തനിക്ക്? ഒരുമാതിരി പോരെ. അവനൊന്ന് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവന് മുറിവറ്റെടുത്ത് ഒന്ന് തള്ളവിരൽ കൊണ്ട് അമർത്തി. അവളുടെ ആ നീക്കം തീരെ പ്രതീക്ഷിക്കാതിരുന്നവന് നന്നായി തന്നെ വേദനിച്ചു. അവൻ പെട്ടെന്ന് തന്നെ കൈ വിളിച്ചുകൊണ്ട് അവളെ കണ്ണ് ഉറപ്പിച്ച് നോക്കി. എന്നാൽ അവന്റെ ആ നോട്ടമൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന പോൽ അവൾ അവിടുന്ന് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ തന്നെ മടിയിലേക്ക് വലിച്ചിട്ടു. അത് തീരെ പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ അവൾ നിലയിട്ടാതെ അവന്റെ മടിയിലേക്ക് വന്നിരുന്നു പോയി. അവന്റെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൾ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഞ്ഞു. മര്യാദക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന തനിക്ക് നല്ലത്. ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. സംസാരം ഫോണിലാണെങ്കിലും ആ നോട്ടം ചെന്ന് നിൽക്കുന്നത് അവളുടെ മുഖത്തേക്കാണ്. അത് കേട്ടതും അതുവരെ അവന്റെ മടിയിലിരുന്ന് ഞെളിപിരി കൊണ്ടവൾ ഒന്ന് കണ്ണു വീഴ്ചകൊണ്ട് അവനെ നോക്കി. അവളുടെ നോട്ടം കാണെ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈ അവൾ ഒന്നുകൂടി അവനരികിലേക്ക് ചേർത്തിരുത്തി. അവളുടെ ഇരു കൈകളും അവന്റെ നഗ്നമാർന്ന തോളിൽ വന്ന് അമർന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കാനൊക്കെ തനിക്കറിയാം. അവനവളുടെ തോർത്ത് കൊണ്ട് കെട്ടിവെച്ച തലമുടി അഴിച്ചിട്ടുണ്ടാണ് അത് പറഞ്ഞത്. അതുകൂടി കേട്ടതും അവളുടെ കണ്ണുകൾ നന്നായി തന്നെ ഒന്ന് പെടഞ്ഞു. അതൊക്കെ എനിക്കറിയാം. നാളെ തൊട്ട് അന്നദാനം ആരംഭിക്കുകയല്ലേ? താൻ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അവനവളുടെ പൊട്ടിയെ കീഴ്ച്ചുണ്ടിലൊന്ന് പെരുവിരലാൽ തഴുകി. വേദനിക്കുന്നോ? അവന്റെ ശബ്ദമൊന്നും താഴ്ന്നു. അവളിൽ നിന്ന് തലയാട്ടിയതും. തന്നോടല്ലേടോ അയാളുടെ കോപ്പിലെ. അപ്പുറത്തുനിന്ന് വന്ന ഉത്തരം കേൾക്കെ അവരൊന്ന് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അതുവരെ അവനെ നോക്കാൻ മടിച്ചിരുന്നവരുടെ ചുണ്ടുകൾ അത്രയും മനോഹരമായി ഒന്ന് വിടർന്നു. അവളുടെ ആ പാൽപുഞ്ചിരി നിമിഷം അവന്റെ ചുണ്ടുകളെയും ഒന്ന് വിടർത്തി. എന്നാൽ അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടതും അടുത്ത നിമിഷം അവന്റെ ഭാവം മാറിയിരുന്നു. അങ്ങനെ പറയാൻ തന്റെ തന്തയാണോട് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നേ? അവന്റെ ആ ഗർജനം കേട്ടതും അവന്റെ മടിയിരുന്നവളെ ഞെട്ടിത്തരിച്ചു. അയാളുടെ കോപ്പിലും താൻ കൂടുതലൊന്നും പറയാൻ ഫോൺ വെച്ചിട്ട് പോയേ. ഇല്ലേ ചിലപ്പോ എന്റെ വായിൽ ഇതൊന്നായിരിക്കില്ല വരുന്നത്. അവൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്ന് സമാധാനത്തിൽ പറഞ്ഞാലെന്താ സിംഹത്തിന്? കടിച്ചു കയറാൻ പോണ പോലെ അല്ലേ ചീർന്നേ? അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചു. മയുണ്ടോടോ അവിടെ? ശരി, താമസോ. ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞില്ലെന്തെങ്കിലും ചെയ്യാത്തതിന് എന്റെ കണ്ണിപ്പെട്ടാ ഇന്ന് മുഴുവൻ എന്റെ വായിലേക്കും താൻ കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അവൻ പറഞ്ഞതും അപ്പുറത്ത് ഫോൺ കെട്ടായിരുന്നു. ഒരൊറ്റൊരെണ്ണത്തിന് ആത്മാർത്ഥ എന്ന അടുത്തൂടെ പോയിട്ടില്ല. ആ മഹിഷാസുരൻ എവിടെ പോയി കിടക്കണമെന്തോ. അവൻ ഫോൺ കെട്ടിയത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് മുറിവുറുത്ത് നേരെ നോക്കിയത് തന്നെ നോക്കിയിരിക്കുന്നവളുടെ മുഖത്തേക്കാണ്. തന്റെ മുഖത്തുനിന്ന് കണ്ണു മാറ്റാൻ നോക്കിയിരിക്കുന്നവളെ കാണെ അവന്റെ നോട്ടം പോയത് അവളുടെ ചോര ഇനിയാൻ പാത്തു നിൽക്കുന്ന ചുണ്ടുകളിലേക്കാണ്. ഇന്നേ കുറച്ച് ഉണക്കായിട്ടുണ്ട്. അവൻ അവളുടെ ചുണ്ടിലെ മുറിവിൽ നിന്ന് കണ്ണു പറിച്ചു മാറ്റാതെ പറഞ്ഞു. എവിടെയെങ്കിലും പോവാണോ? അവളുടെ ചുണ്ടുകൾ ചലിച്ചു.
ക്ഷേത്രം വരെ ഒന്ന് പോണം. അവൻ ആ ചുണ്ടുകളിൽ നിന്ന് തന്റെ കണ്ണുകളെ തെള്ളിട പോലും പറിച്ചു മാറ്റാതെ ഉത്തരം നൽകി. എപ്പോ വരും? എവിടെ തനിച്ചിരിക്കാൻ പേടിയൊന്നുണ്ടോ നിനക്ക്? അവളുടെ ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അവൻ തിരികെ ചോദിച്ചു. അതിന് അവനെ നോക്കിയിരുന്നല്ലാതെ അവൾ മറുപടിയൊന്നും നൽകിയില്ല. ദാ ഈ ഫോൺ വെച്ചോ. അവൻ അവൾക്ക് നേരെ തന്റെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇന്ദ്രേട്ടനോ? കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ ഇന്ന് മുഴുവൻ അവിടെ തന്നെ ആയിരിക്കും. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകിലാകെ പടർന്നിറങ്ങിയ സിന്ദൂരം കൈ ഉയർത്തി തുടച്ചു കൊടുത്തു. വൈകിട്ട് ഞാനും മോളും അങ്ങോട്ട്. വേണ്ട, ഇന്നിനിപ്പോ അവിടേക്ക് വരണ്ട, നാളെ രാവിലെ പോവാം. പിന്നെ ഫോണിൽ ഒത്തിരി പേര് വിളിക്കും. കമ്മിറ്റി ഓഫീസിന്റെ നമ്പറാണെങ്കിൽ മാത്രം നീ എടുത്താൽ മതി, കേട്ടല്ലോ. മോളെ ശ്രദ്ധിക്കണം. അവനവളുടെ മുടി ഒതുക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു. താഴേക്ക് അധികം ഇറങ്ങിയേക്കണ്ട. അവന്റെ കൈകൾ അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി. അവളുടെ മോളിൽ പയ്യായി. അവര് പലതും പറയും, അതെല്ലാം കേട്ട് കുന്നം വിഴുങ്ങി കണക്ക് നിൽക്കാതെ വായ തുറന്ന് പറയാനുള്ള മുഖത്തോക്കി അങ്ങ് പറഞ്ഞേക്കണം. അത് കേട്ടത് അവിടെ നോട്ടൊന്ന് കൂർത്തു. ഞാൻ കഴിക്കെടുത്ത് വെക്കാം. ആൾ പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ നിന്നോടിപ്പോ കഴിക്കാൻ ചോദിച്ചോ? അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്ന് മുറുകുന്നതിനൊപ്പം അവൻ അവളോട് ചോദിച്ചു. അവളിൽ നിന്ന പോലെ തലയാട്ടി. നിനക്ക് പോലെ മൂലക്കുരുവിന്റെ അസ്കിതയുണ്ടോ? ഇല്ല. അവൾ കണ്ണുമിഴിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്താണ് നിനക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാല്? അവൻ അവളെ നോക്കി ഗൗരവമായ സ്ഥലത്ത് ചോദിച്ചു. നിന്നെ മടിയിൽ വെച്ച് കൊഞ്ചിക്കാൻ എനിക്ക് പൂതി തോന്നിയിട്ടൊന്നുമില്ല. ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ ഓടിപ്പോവും. അവൻ അവളെന്ന് കയറ്റിയിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതുകൂടിയായതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു. ഉച്ചക്ക് ഞാൻ കഴിക്കാൻ പറ്റില്ല, എന്നെ നോക്കിയിരിക്കാൻ നേരത്തിന് വല്ലതും കഴിച്ചേക്കണം. അതെന്താ? ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. നാളെ തൊട്ട് പൂജകൾ ഓരോന്നും തുടങ്ങും. ഇങ്ങോട്ട് വരലും നേരത്തിന് വല്ലതും കഴിക്കലൊക്കെ കണക്കായിരിക്കും. അവനവളുടെ സാരിക്കിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് നഗ്നമാർന്ന ഇടുപ്പിൽ പെരുവിരലിനാലൊന്നൊഴിയുന്നതിനിടയിൽ പറഞ്ഞു. അവന്റെ ആ സ്പർശമറിഞ്ഞതും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഒന്ന് തുള്ളി വരച്ചു. എന്താടി? അവളുടെ പിടപ്പറഞ്ഞതും അവൻ കാര്യം മനസ്സിലായിട്ട് അവളോട് തിരക്കി. ഇന്ദ്രേട്ടന് പോവണ്ടേ? അവൾ അവനെ മുഖമുയർത്തി നോക്കാൻ മടിച്ചുകൊണ്ട് അവനോട് വിക്കലോടെ ചോദിച്ചു. എന്താ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിനക്കിവിടെ വല്ല കച്ചേരിയും നടത്താനുണ്ടോ? അവൻ അവളിൽ നിന്ന് കൈമാറ്റാ ചോദിച്ചു. ഇല്ല. അവൾ പെട്ടെന്ന് ഉത്തരം നൽകി. പിന്നെ എങ്ങോട്ടാണ് നീ പായുന്നേ? അവനവളുടെ താടിയിൽ പിടിച്ച മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അലക്കണം. ഞാനോ? അവൻ സ്വയം വിരൽ ചൂണ്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. അല്ല, എനിക്ക് അലക്കണം. അവൾ അവനോട് വിക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞോ അലക്കണ്ടെന്ന്? അവൻ വന്ന ചിരി ഒതുക്കിക്കൊണ്ട് അവൾ നോക്കി ഗൗരവത്തിൽ തിരക്കി. എന്നെ വിടുവോ? അവളുടെ ശബ്ദം നന്നായി പതുങ്ങി. വിടണോ? അവനവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളവന്റെ തോളിൽ വിശ്രമം കൊള്ളുന്ന തന്റെ കൈയൊന്ന് മുറുക്കിക്കൊണ്ട് മൂളി. എനിക്ക് പഞ്ചസാരയുടെ അസുഖമൊന്നുമില്ല. അവന്റെ ആ പറച്ചിൽ കേട്ടതും അവൾ അവനെ ഇങ്ങനത്തെ എന്ത് തേങ്ങയായി പറയുന്നേ എന്ന ചിന്തയോടെ ഒന്ന് നെറ്റി വിളിച്ച് നോക്കി. ഇന്നത്തെ ചായക്ക് നീ പഞ്ചാര ഇട്ടിട്ടില്ല. അവളുടെ ആ നോട്ടം കാണെ അവൻ പറഞ്ഞു. അത് കേട്ടത് അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. അയ്യോ, ഞാനിപ്പോ വേറെ എടുത്തിട്ട് വരാം. അവളവന്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട, ഞാൻ പോവാ. അവൻ പറയുന്നതിനൊപ്പം അവിടെ കസേരയിലിട്ടിരുന്ന ഷർട്ട് എടുത്തിട്ടു. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, താഴേക്ക് അധികം ഇറങ്ങണ്ട. ആളതിനെ തലയാട്ടി. ഞാൻ പോയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം എന്തോ ഓർത്ത പോലെ അവൾക്കരികിലേക്ക് തിരികെ വന്നു. ശേഷം അവൾ ആകെ മൊത്തം നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിന്റെ സൈസ് എത്രയാ? അവന്റെ ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടുന്ന പോലെ തള്ളി വന്നു. ഇങ്ങനെ കണ്ണൂരിട്ടി നോക്കിക്കാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി റെഡി. ഇന്ദ്രൻ തന്നെ കണ്ണുമിഴിച്ച് നോക്കിയിരിക്കുന്നവൾ നോക്കി പറഞ്ഞു. ഇന്ദ്രേട്ടൻ ഇതെന്താ ഈ പറയുന്നേ? അവൾ കേട്ട കാര്യത്തിന്റെ ഞെട്ടൽ വിട്ട് മാറി അവനോട് ചോദിച്ചു. എന്താണ് നീ എന്താ എന്തോ കേൾക്കാൻ പാടില്ലാത്ത കേട്ട പോലെ എന്നെ നോക്കുന്നേ? അവൻ തനിക്ക് മുമ്പിൽ പതറി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് തിരക്കി. ഞാൻ നിന്നോട് നിന്റെ ചുരിദാറിന്റെ സൈസല്ലേ ചോദിച്ചുള്ളൂ. നിന്റെ ഭാവം കണ്ടാ തോന്നും ഞാൻ നിന്റെ... അവൻ പറയാമെന്ന് അവൾ അതിന് സമ്മതിക്കാൻ അവന്റെ വാപത്തി. എനിക്ക് ചുരിദാറും വേണ്ട, ഒന്നും വേണ്ട. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കാണ്ടിരുന്നാൽ മാത്രം മതി. ആൾ അവനോട് കെഞ്ചി. അതിനു മാത്രം ഞാൻ എന്തോ നാടി. തന്റെ വായ മൂടി അവളുടെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ എന്തോ പറയാമെന്നു. ഞാൻ പോവാ. ആളത് ചെവിക്കൊള്ളാതെ വേഗം അവിടെ കിടന്ന തുണികളും എടുത്ത് താഴേക്കുള്ള പടികൾ ഇറങ്ങി. വന്ന് സിംഹത്തിന്റെ നാവിന് എല്ലില്ലാതായിട്ടുണ്ട്. എന്താ ഏതാ പറയണെന്ന് വരെ ബോധമില്ല. അവൾ ഞൊടിഞ്ഞുകൊണ്ട് താഴെയുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി. അവിടെ വായും പൊളിച്ചിൽക്കാതങ്ങ് വലിച്ചിട്ടോ തമ്പുരാൻ കുഞ്ഞേ. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മാധവൻ ധൃതിയിൽ അവനടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. എന്താടോ? അത് ഊട്ടുപുറയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ. അതിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നല്ലോ. താൻ ഇതുവരെ അതിലൊരു തീരുമാനമാക്കിയില്ലേ? അവൻ അയാൾക്ക് നേരെ ചാടി. അതല്ല,
ഏതല്ല എടോ നായരെ, തന്റെ വീട്ടിലുള്ള 5 പേർക്കുള്ള സദ്യയുടെ കാര്യമില്ല, ഒരു നാടിനെ മൊത്തം ഊട്ടേണ്ട കാര്യ. അവൻ അയാളോട് ശബ്ദമുയർത്തി. അത് ഞാൻ തമ്പുരാൻ കുഞ്ഞിനോട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇതിലിനി എന്തോന്ന് ആലോചിക്കാനാടോ? ഇത്ര ആലോചിച്ച് തീരുമാനിക്കാൻ നാളെ എന്താ തന്റെ മോടെ വേളിയാണോ നടക്കുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. താൻ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട. ആ ദേവേന്ദ്രൻ വരുന്നതിന് മുന്നേ ഈ പറഞ്ഞതിനൊക്കെ ഒരു തീരുമാനം കണ്ടോ? ഇല്ലാച്ച ആ കോപ്പന്റെ വായിലിരിക്കുന്ന കൂടി താൻ കേൾക്കേണ്ടി വരും. അതിന് ചിലപ്പോ ഈ ഈണായിരിക്കില്ല. അവൻ അയാളെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞു. ആ നിമിഷം തന്നെയാണ് അവിടെ പന്തൽ കെട്ടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു ട്യൂബ് ലൈറ്റ് താഴെ വീണ് ഉടഞ്ഞത്. ഇങ്ങനെ തോന്നുമ്പോ താഴെ ഇട്ടുടക്കാൻ ഇതൊക്കെ നിന്റെ തന്തയുടെ വകാണോ? അടുത്ത നിമിഷം അവൻ അവരെ നോക്കി ആക്രോശിച്ചു. അത് കേട്ടതും അവർ വേഗം തന്നെ അതൊക്കെ വൃത്തിയാക്കാൻ ആരംഭിച്ചു. വായിന്ന് വരുന്നതിന്റെ കാര്യത്തിൽ രണ്ടും കണക്കാ. ഒന്ന് അലറുകയാണെങ്കിൽ മറ്റൊന്ന് ഗർജിക്കല്ലേ ഇന്ന്. അവർക്ക് നേരെ ശബ്ദമുയർത്തുന്ന മേഘനെ നോക്കി മാധവൻ നായർ മുറിമുറുത്തു. അവന്റെയൊക്കെ കുടുംബത്തുനിന്ന് കൊണ്ടുവന്ന പോലെയല്ലേ ഇവന്റെയൊക്കെ പെരുമാറ്റം. ഒറ്റൊന്നിനും ശ്രദ്ധ എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. അമ്പലമുറ്റായി പോയി. ഇല്ലായിരുന്നു എന്റെ വായിന്ന് ഇതായിരിക്കില്ല വരുന്നത്. മേഘൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെയും നോക്കിയിരിക്കുന്ന മാധവൻ നായരുടെ മുഖത്തേക്കാണ് നോക്കിയത്. താനിതുവരെ പോയില്ലേ? ഞാൻ പോവാ ഒരുങ്ങായിരുന്നു. എന്നിട്ട് എവിടം വരെയായി ഭവാന്റെ ഒരുക്കം? ഇന്നെങ്ങാൻ കഴിയോ? അവൻ അയാളെ നോക്കി കളിയാക്കലിന്റെ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ പോവാ തമ്പുരാൻകുട്ടി. കുട്ടിയല്ല ചാട്ടി, പോയി പണിയിടോ. അവൻ അയാൾക്ക് നേരെ അലറി. അയാളൊന്ന് ഞെട്ടിക്കൊണ്ട് വേഗം അവിടുന്ന് മുണ്ടും മുക്കി പിടിച്ച് ഓടി. ഇതിന്റെ ഒക്കെ അണ്ണാക്കിൽ ഇത്രയും വലിയ സ്പീക്കറും തിരികെ അങ്ങോട്ട് അയക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്റെ ദേവി. അയാൾ ധൃതിയിൽ നടക്കുന്ന വഴി മുറുമുറുത്തു. തമ്പുരാൻ കുഞ്ഞെ, ഇതെവിടെയാ വെക്കേണ്ടത്? പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി. അവിടെ ഒരു വലിയ കുട്ടളവും പിടിച്ചു നിൽക്കുന്ന 2 പേരെ കാണെ അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. എന്റെ അണ്ണാക്കിലോട്ട് പ്രതിഷ്ഠിക്കണോ? അവൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് അവർക്ക് നേരെ ചെന്നും അവന്മാര് വേഗം അതുമായി സ്ഥലം വിട്ടു. പണ്ടാരടങ്ങാനായിട്ട് ഇതിനോടൊക്കെ അലറി അലറി മനുഷ്യന്റെ തൊണ്ട കയറി. ആരും നീട്ടി വിളിച്ചു. ഓ ഡാ പോയി, എനിക്ക് നല്ലൊരു കരിക്ക് വെട്ടിവാടാ. അവൻ അവിടെ കിടന്നിരുന്ന തന്റെ താറിന് മുകളിലേക്ക് കയറിയുന്നോണ്ട് പറഞ്ഞു. സെറിയമ്പ്ര. മണിയൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്തിരിഞ്ഞ് നടന്നു. എന്നിട്ട് എന്തോർത്ത് പോലെ അവൻ തിരികെ മേഘനടുത്തേക്ക് വെച്ചു. തമ്പ്രാ. അവൻ മേഘനരിയിലേക്ക് ചെന്നുകൊണ്ട് ചുറ്റിനും ആരുകളിൽ നിന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പയ്യെ വിളിച്ചു. എന്താടാ? അവൻ കണക്ക് പുസ്തകത്തിൽ നിന്ന് മിഴിമാറ്റാ വിളി കേട്ടു. പുതുസാ ഒരു സാധനം കടിച്ചിരിക്ക്, അത് ഇളനീരിലെ മിക്സ് പണി എടുക്കട്ടുമാ. മണിനെ അടക്കി പിടിച്ച സ്വരത്തിൽ ചോദിച്ചോ. മേഘന്റെ പല്ലുകൾ തമ്മിൽ ഞെരിഞ്ഞു. അവൻ കണ്ണുകൾ മാത്രം ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. തന്നെ നോക്കി ഇളിയോടെ നിൽക്കുന്നവനെ കാണെ അവന്റെ നെഞ്ചു നോക്കിയൊന്ന് കൊടുക്കാനാണ് മേഘന് തോന്നിയത്. ആഞ്ജനേയ സ്വാമി. അവനൊന്ന് പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. എപ്പടി കൊണ്ടുവരട്ടുമാ? അവന്റെ നോട്ടം കാണാൻ മണിയിൽ ആകാംക്ഷയോടെ തിരക്കി. പോടോ. അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് ശാന്തനാവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ എന്റെ മുന്നിൽ നിന്ന് എണീറ്റ് വിടും. മേഘൻ പറഞ്ഞുകൊണ്ട് കയ്യിലെ പുസ്തകം അവന് നേരെ എറിഞ്ഞു. ഞാൻ പോരാം ബ്രാ. അവൻ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. മനുഷ്യന് ഇവിടെ നോമ്പ് നോറ്റ് നടക്കുമ്പോഴാ അവന്റെ കോപ്പില് കൊണ്ടുപോയി നിന്റെ തന്തയുടെ അണ്ണാക്കിൽ കമിഴ്ത്തടാ. മേഘൻ അലറി. ക്ഷമിച്ചേക്കണേ എന്റെ ദേവി. വേണ്ടാന്ന് വെക്കുമ്പോ ഓരോന്നുങ്ങൾ വായിന്ന് കേട്ടാലേ പോകുന്നു വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ ദേവി? അവൻ അമ്പലത്തിലേക്ക് നോക്കി പറഞ്ഞു. ഈ സാമാനങ്ങളുടെ നടുവിൽ എന്നെ തനിച്ചാക്കിയിട്ട് ഈ രാഹു കോന്തൻ ഇത് എവിടെ പോയി കിടക്കുക? രാഹു. അവന്റെ ശബ്ദം ഉയർന്നു. ഒന്നിനും മതം പൊട്ടിയല്ലോടോ. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരാൾ അവന്റെ അലർച്ചയായിട്ട് അവിടെ വന്ന മാധവൻ നായരോട് പറഞ്ഞു. ഇതിനെ തന്നെ താങ്ങാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് എപ്പോഴാണോ കെട്ടിയെടുക്കുന്നത്? അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ആക്ച്വലി ഇതൊന്നും നമ്മളിങ്ങനെ മടുപ്പോടെ ചെയ്യേണ്ട ജോലിയേ അല്ല. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യണം. രാഹു പറഞ്ഞുകൊണ്ട് പശുവിന്റെ പാല് കറന്നുകൊണ്ടിരുന്നു. രാഹുലേട്ടന് ഇതൊക്കെ നല്ല പരിചയമാണല്ലേ? അവൾ ചിരിക്കൊണ്ട് അവരെ നോക്കി ചോദിച്ചു. പിന്നെ ഞങ്ങള് പാരമ്പര്യമായിട്ട് നല്ല കറവക്കാരല്ലേ? അവനവളുമായി കാര്യപാത്തിൽ പറഞ്ഞു. അത് രാഹുലേട്ടനെ കണ്ടാലും പറയും. അവളൊരു കുത്തലോടെ പറഞ്ഞു. ആണോ? അവനവളെ നോക്കി അത്ഭുതപാത്തിൽ തിരക്കി. പിന്നെ അവളൊരു ആക്കലോടെയാണത് പറഞ്ഞത്. രേവുനറിയോ, എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു. എന്ത്, കറവക്കാരനാവുന്നോ? അവൾ പശുവിനുള്ള പുല്ലിട്ടെടുത്തോണ്ട് തിരക്കി. അയ്യോ അതല്ല, ഞാൻ എഞ്ചിനീയർ ആവുന്നതേ. അവൻ അവളുടെ പുറകിൽ നിന്നോട് പറഞ്ഞു. എന്നിട്ട് എഞ്ചിനീയർ ആയില്ലല്ലോ. അവൾ അവനെ നോക്കാതെ പശുവിന് പുല്ലിട്ട് കൊടുത്തു. അത് ഞാൻ എന്റെ പാചകത്തിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഷെഫ് ആവാൻ പോയതുകൊണ്ടല്ലേ. അവനവളുടെ പുറകെ നടന്നോട് പറഞ്ഞു.
എന്നിട്ട് എൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാവരും അങ്ങനെ എല്ലാരോ പറഞ്ഞ്. എഞ്ചിനീയറിങ്ങിന് പോയിട്ട് തോറ്റ് തൊപ്പിട്ട രാഹുലേട്ടനെ ഏട്ടൻ്റെ അച്ഛനെ അവിടുന്ന് ടി സി വാങ്ങി കൊണ്ടുവന്നു എന്നാണല്ലോ. ആൾ അവനെ നോക്കാൻ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അവിടെ അച്ഛൻ കുട്ടൻ വാങ്ങി ഗ്രാമഫോണിൽ തിരക്കി ഇറങ്ങിയിരിക്കോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അവൻ പല്ലി അടിച്ചോണ്ട് ഞൊടിഞ്ഞു. എന്താ? ആൾ അവനെ നോക്കി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു. ഏയ്, ആളുകളുടെ ഒരു കാര്യേ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുത്തുന്നു തെണ്ടികള്. അവൻ പല്ലടിച്ചോണ്ട് ചിരിയോടെ പറഞ്ഞു. അവനതിനൊന്ന് നീട്ടി മൂളി. രേവ് ഇപ്രാവശ്യം താറിലെടുക്കുന്നുണ്ടോ? അവൻ അടുത്ത ചോദ്യമേ അവളുടെ പുറകെ കൂടി. എന്തിനാ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എൻ്റെ സാരി ചവിട്ടിനെ മറിച്ചിടാനാണോ? ഏയ്, അതൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് ഞാൻ എങ്ങനെ ചെയ്യും എൻ്റെ രേവു? ചെയ്യും. രാവിലെ സ്വഭാവത്തെ കണക്കിലെടുത്താ അത് ഏട്ടൻ മനഃപൂർവ്വം ചെയ്താണെന്നാ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു. ഏത് കൂട്ടുകാര്? ആ ശില്പി രേഷ്മയായിരിക്കും. അവളുമാർക്ക് അല്ലെങ്കിൽ എന്റെ കണ്ണിന് പിടിക്കില്ല. എപ്പോ കണ്ടാലും ഒരു അവിഞ്ഞ ചിരിയും ചിരിച്ചു പോകും. എനിക്ക് കണ്ടുകൂടാ സാധനങ്ങള്. അയ്യേ, മോശം, വളരെ മോശം. അവൻ കയ്യിൽ പിടിച്ചിരുന്ന പുൽക്കടി നീട്ടിയെറിഞ്ഞുകൊണ്ട് അവജ്ഞയോടെ പറഞ്ഞു. പക്ഷെ അവര് പറയുന്ന രാവിലെ ഒരു കോഴിയാണെന്നാ. അവരങ്ങനെ പറഞ്ഞോ? അവൻ അവളെ നോക്കി കണ്ണുപിടുത്തി അത്ഭുതഭാഗത്തിൽ തിരക്കി. അവൾ അതേന്ന് തലയാട്ടിക്കൊണ്ട് മൂളി. നീയൊക്കെ ഇനി എന്റെ ചെലവിന് ചായയും പോണ്ടേയും കുത്തിക്കയറ്റിയതും മതിയടി. അവനുള്ളിൽ ഞൊടിഞ്ഞു. എന്താ ആലോചിക്കണേ? ആൾ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമാർന്ന ഭാഗത്തിൽ അവനെ നോക്കി ചോദിച്ചു. എന്നാലും അവറ്റകൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തേണ്ട രേവു. എന്റെ എത്ര രൂപയാ പോയത്? അവൻ സങ്കടഭാഗത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ? അതൊന്നുമില്ല, അവിടെ തന്തപ്പിടികൾ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ടേ, അതിനെ പറ്റി പറഞ്ഞ. അതിനുള്ളിലെ പതർച്ച ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ കാശൊക്കെ കടം കൊടുക്കോ? ആൾ അവനെ നോക്കി കണ്ണുപിടുത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാണ്ട് രേവുവിന് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ രാഹുലേട്ടനോട് ചോദിച്ചാൽ മതി. രാഹുലേട്ടൻ തരാം കേട്ടോ. അവൻ നാണത്തോടെ പറഞ്ഞു. അവനെ ആ ഭാവം കാണേ അവൾക്ക് ചിരി പൊട്ടിയെങ്കിലും അവളത് കടിച്ചു പിടിച്ച് നിന്നു. ഓ, എനിക്ക് വേണ്ടൊക്കെ എൻ്റെ അച്ഛൻ സമ്പാദിക്കുന്നുണ്ട്. തൽക്കാലം രാവിലേട്ടൻ ബുദ്ധിമുട്ടണ്ട. ആൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പശുവിനുള്ള കാടി കളിക്ക് തുടങ്ങി. ഓ, അവളുടെ ഒടുക്കത്തെ ഒരു തന്തപുരാണം വേറെ ആർക്കും ഇല്ലാത്ത പോലെ. എന്ത് പറഞ്ഞാൽ ആ കുട്ടപ്പനെ നെറുകിലേക്ക് ചെന്ന് അവസാനിക്കും. ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ അങ്ങേയുടെ ചായക്കടക്ക് തീടും. അല്ലേ വേണ്ട, കുട്ടി ശങ്കരന് കൊട്ടേഷൻ കൊടുക്കാം. അതാവുമ്പോ ഞാൻ സേഫാ. അവൻ കാര്യമായിട്ട് ആലോചിച്ചു. എന്തീ ആലോചിക്കണേ? അവന്റെ ശബ്ദമൊന്നും കേൾക്കാതായതും അവൾ തന്നെ ജോലിയിടുന്നുകൊണ്ട് തിരക്കി. ഞാൻ രവി എന്നിങ്ങനെ നോക്കിയായിരുന്നേ. എന്നെയും കൂടി ഇതൊന്ന് പഠിപ്പിക്ക്. അങ്ങനെ ആവുമ്പോ രാഹുലേട്ടനെ ഇടയ്ക്ക് വന്നിങ്ങനെ സഹായിക്കാലോ. അവൻ ആൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഓ വേണ്ടെന്നേ, ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആൾ പറഞ്ഞുകൊണ്ട് തന്റെ പണി തുടർന്നു. ഓ, എന്ത് മണാ രേവുന്. അവൻ ആൾക്കരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് മൂക്കി വിടത്തിക്കൊണ്ട് പറഞ്ഞു. അത് ചാണകത്തിന്റെ ആയിരിക്കും. ഞാൻ കുറച്ചു പിന്നെ ചാണകമായിരിക്കും വന്നേ ഉള്ളൂ. അവൾ ചിരിയൊതുക്കിക്കൊണ്ട് കാര്യഭാഗത്തിൽ പറഞ്ഞു. അവളുടെ ആ മറുപടി കേട്ടതും അവൻ ഇഞ്ചി അടിച്ച കുരങ്ങിനെ കൂട്ട് ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നു. ഇവളാ കുട്ടനായുടെ വിത്ത് തന്നെ. അവൻ അവൾ നോക്കി മനസ്സിൽ ചിന്തിച്ചു. നല്ല മണുണ്ടോ രാവിലേട്ടാ? ഞാൻ നന്നായി കഴുകിയതാണല്ലോ. ഏയ്, നല്ല കൊട്ടൻ ചുക്കാതിയുടെ മണായിട്ട് എനിക്ക് തോന്നിയത്. അവൻ തന്നെ നിസ്സായത ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവളോട് ചിരിയോടെ പറഞ്ഞു. ചാണകത്തിനോ? അവൾ അവൻ നോക്കി ചോദിച്ചു. കോഴി വസന്തയുള്ളവർക്ക് ചാണകത്തിന്റെ മണം മൂക്കിലടിച്ചാൽ ചിലപ്പോ കൊട്ടൻ ചുക്കാതി ആയിട്ടൊക്കെ തോന്നും മോളെ. അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് വന്ന ചന്ദ്രഹാസൻ അവന് നോക്കിയൊരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. കള്ള അപ്പൂപ്പം നടി സമ്മതിക്കൂല. ഇങ്ങനെക്കാണോ വല്ല കിളവികളെയും സൈറ്റ് അടിച്ചിരുന്നാലെന്താ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.